ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ. ആദ്യത്തെ യൂസിൽ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ പറ്റും. തുടർച്ചയായിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്താൽ പുതിയ മുടികളൊക്കെ വളർന്നു വരും, മുടിക്ക് ഉള്ളു വയ്ക്കും. പിന്നെ നരയൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളവർക്ക് അവരുടെ നരച്ച മുടി കറുപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണിത്. അപ്പോൾ ചായപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കുന്നത്. ചായപ്പൊടിയുടെ മെയിൻ ആയിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നരച്ച മുടി കറുക്കാനായിട്ട് സഹായിക്കുന്നതാണ്. പുതിയതായിട്ട് മുടികൾ നരയ്ക്കാതിരിക്കാൻ നല്ലതാണ്. നമ്മുടെ മുടിക്ക് നല്ല ബലം കൊടുക്കും. അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കും. പിന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ആ ഒരു മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ പുതിയ മുടികൾ വളർന്നു വരാനൊക്കെ സഹായിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഉള്ളിയുടെ തോലാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വലിയ ഉള്ളിയുടെ തോലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയുടെ തോലും എടുക്കാവുന്നതാണ്. അപ്പം ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല, കുറച്ച് മതി. ഞാനിങ്ങനെ ഉള്ളി തൊലിക്കുമ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ചിലവില്ലാതെ എങ്ങനെ മുടി വളർത്തിയെടുക്കാമെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല വഴിയാണ് ഈ ഒരു ഹെയർ മാസ്ക്. കാരണം നമ്മൾ ഉള്ളിത്തോലൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കുന്നത്. പിന്നെ കൂടെ ചായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവുന്നത് തന്നെയാണ്. ഉള്ളി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് കിട്ടുന്ന എല്ലാ ഗുണങ്ങളും ഉള്ളിത്തോല് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. ഉള്ളിയിൽ മെയിനായിട്ടുള്ളത് സൾഫറാണ്. അപ്പോൾ ഈ ഒരു സൾഫർ കണ്ടൻ്റാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടികൾ വളർന്നു വരാനും മുടിക്ക് നല്ല ബലം ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്നത്. അപ്പോൾ ഉള്ളിത്തോലും നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുതിയ മുടികൾ വളർത്തിയെടുക്കാൻ പറ്റും. ചിലർക്കൊക്കെ മുടി കൊഴിഞ്ഞു പോയിട്ട് അവിടെ പുതിയ മുടികൾ വളരാതിരിക്കും. അങ്ങനത്തെ പ്രശ്നമുള്ളവർ എന്തായാലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് 1-2 ആഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ പുതിയ മുടികളൊക്കെ വളർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് ഒറ്റ യൂസ് തന്നെ കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്ര ഉള്ളിത്തോലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഹെയർ മാസ്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളിത്തോല് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അതേ ഗുണങ്ങളൊക്കെ നമുക്ക് ചായപ്പൊടി യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ മുടിയിൽ കിട്ടും. ഏറ്റവും മെയിനായിട്ട് പറയേണ്ടത് ചായപ്പൊടിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും കഫീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹോർമോൺസും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ്. എന്നാൽ ചില ഹോർമോൺസ് നമ്മുടെ മുടി വളർച്ച ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഹോർമോണാണ് DHT എന്ന് പറയുന്നത്. ഈ ഒരു ഹോർമോൺ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് വരുന്ന മുടികളൊക്കെ കട്ടി കുറഞ്ഞതായിരിക്കും. അതുപോലെ തന്നെ നീളം വയ്ക്കാത്ത മുടികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഹോർമോണിനെ ഇല്ലാതാക്കാനുള്ള കഴിവും കട്ടൻ ചായക്കുണ്ട്. ഉള്ളിത്തോല് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിലുള്ള അഴുക്കെല്ലാം പോകാനായിട്ട് ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യം തന്നെങ്കിലും കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ കഴുകിയെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളിത്തോലൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരാഴ്ച യൂസ് ചെയ്യാനുള്ള അളവിലുള്ള അത്രയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം 1.5 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 സ്പൂൺ ചായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ടൻ ചായ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും നരച്ച മുടി ഉണ്ടെങ്കിൽ അതിൻ്റെ നരയൊക്കെ മാറ്റാനും പുതിയതായിട്ട് മുടികൾ നരയ്ക്കാതിരിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്. എല്ലാ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പം കട്ടൻ ചായ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ സ്കാൽപ്പ് ഡ്രൈ ആക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സിറമൊക്കെ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഈ ഒരു ഡ്രൈനെസ് കുറയ്ക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടും കുറയ്ക്കാം. ഇത് മാത്രം യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഡ്രൈനെസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു എണ്ണയൊക്കെ മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. അപ്പം ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം.
ഒരു 10 മിനിറ്റോളം ഞാനിത് തിളപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് തണുക്കാൻ വയ്ക്കുന്നത്. ഇനി തണുത്ത ശേഷം നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഉള്ളിത്തോലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം ആ ഒരു വെള്ളം അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ ആദ്യം തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഹെയർ മാസ്കിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്താലും മതി. പിന്നെ ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങളൊരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒക്കെ നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു മസാജും കൂടെ കൊടുക്കുക. ചുരുങ്ങിയതൊരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഈ ഒരു ഹെയർ മാസ്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒറ്റ യൂസിലൊക്കെ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ അരമണിക്കൂർ വെച്ച ശേഷം കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയുക. പിന്നെ സോപ്പ്, ഷാമ്പൂ ഇത് രണ്ടും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യേണ്ടത്. ഒരു 2 ആഴ്ച നിങ്ങൾ ഡെയിലി ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയാൽ നിങ്ങൾ പിന്നീട് ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്യുക. പിന്നെയും കുറച്ചും കൂടി ഒരു നല്ല റിസൾട്ടായി വന്നാൽ നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം നല്ല രീതിക്ക് ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്